ഹലോ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ്. ഓട്ടടയ്ക്ക് പല നാട്ടിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഓട്ടട, ഓട്ടപ്പം എന്നൊക്കെ പറയും. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ അരി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. അത് നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ പൊടിച്ചെടുത്ത് ചുട്ടെടുക്കലാണ്. അപ്പം നന്നായി കഴുകിയ അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. നല്ല അരച്ചാലേ നല്ല രീതിയിൽ അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ടെടുത്ത് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിലർ വേണമെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തേങ്ങയും ചോറും ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. ഞാൻ അരി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരു ഇത്തിരി ഒഴിക്കാനേ പാടുള്ളൂ കേട്ടോ. കാരണം ഓവർ വെള്ളമായാൽ ഓട്ടട നന്നാവില്ല. അപ്പം നല്ല കുറുകിയ രീതിയിലായിട്ട് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. അപ്പം മിക്സിയുടെ ജാറിൽ അരി ഇട്ടിട്ട് അതിൻ്റെ സമത്തിന് മതി കേട്ടോ വെള്ളം. ആ അരിൻ്റെ മുകളിൽ പൊന്തി നിൽക്കാൻ പാടില്ല വെള്ളം. അതേ കണക്കിന് നമുക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നല്ല രീതിക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹീറ്ററിൽ വെള്ളം ചൂടാക്കിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് അപ്പോഴാണ് ഓട്ടട നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ. അപ്പം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പത്തിരി ചട്ടി വെച്ചിട്ട് നന്നാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഓരോ കൈലുകൾ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം. അപ്പം വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള ഓട്ടട നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെ ഓട്ടട ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ അപ്പത്തിന് എന്താ പറയുന്ന പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.